നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. കൊടുത്ത നെല്ലിന്റെ കാശിനായി കണ്ണുനട്ട് കർഷകർ. ഭക്ഷ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പണം കൊടുത്തു, മറ്റുള്ളവർക്കില്ല. ഇതിനെയാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നതെന്ന് CMB ആലപ്പുഴ ജില്ലാ സെക്രട്ടറി A. നിസാർ. മൂലം ജലോത്സവത്തിന് കേളികെട്ടുയർന്നു. ചമ്പക്കുളം പുത്തൻചുണ്ടന്റെ കന്നിയംഗത്തിന് UBC കൈനകരി തുഴയെറിയും. റാണി ചിത്ര കായൽ നിലങ്ങളിൽ കൃഷിയിറക്കാൻ ചുമതലപ്പെടുത്തിയത് സ്വകാര്യ സർക്കാർ നിലങ്ങളിൽ നിന്നും കക്കവാരി വിറ്റ മാഫിയകളെ തന്നെയാണെന്ന് UDF കുട്ടനാട് നിയോജക മണ്ഡലം. ഇനി സമരം നിരാഹാരം. നെല്ല് സംഭരണ കുടിശ്ശിക വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കിസാൻ ജനത അനന്തപുരിയിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സത്യാഗ്രഹത്തിനൊരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ഭക്ഷ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മാത്രം വിതരണം ചെയ്യുകയും മറ്റു മേഖലകളെ അവഗണിക്കുകയും ചെയ്തതായി CMB ആലപ്പുഴ ജില്ലാ സെക്രട്ടറി A. നിസാർ ആരോപിച്ചു. ഭക്ഷ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് കുട്ടനാട് അടക്കം എല്ലായിടത്തും നെല്ലിന്റെ വില കുടിശ്ശിക തീർത്ത് ഉടൻ വിതരണം ചെയ്യണമെന്നും നിസാർ പറഞ്ഞു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMB കുട്ടനാട് AC-യുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട്ടിലെയും പത്തനംതിട്ടയുടെ ഭാഗമായിട്ടുള്ള അപ്പർ കുട്ടനാട്ടിലെയും പ്രദേശങ്ങളിലാണ് നെൽകൃഷി വ്യാപകമായിട്ടുള്ളത്. ആ നെൽകൃഷി ഈ സംസ്ഥാനത്ത് നിന്ന് അന്യം നിന്ന് പോകാതിരിക്കണമെങ്കിൽ ഗവൺമെന്റ് വളരെ ശുഷ്കാന്തിയോടുകൂടി അവർക്ക് അവർ ഉത്പാദിപ്പിക്കുന്ന നെല്ലിന്റെ വില കൊടുക്കുവാൻ ആത്മാർത്ഥത കാണിക്കണം എന്നാണ് CMBക്ക് മുന്നോട്ട് വെക്കുവാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം സംസ്ഥാനത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടുള്ള അനൂപ് ജേക്കബ്, അദ്ദേഹത്തിന്റെ കോട്ടയം, അദ്ദേഹത്തിന്റെ എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില കൃത്യമായി കൊടുത്തിട്ടുള്ളത് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട പിറവം മണ്ഡലത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആരോപിക്കുക. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പണം കൊടുത്തു. സംസ്ഥാന കൌൺസിൽ മെമ്പർ പുഷ്പി ജോസ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി ഉത്തമൻ കൊച്ചുകളം, TV പാർത്ഥൻ, RM മുരളി, KR രമണൻ, തോപ്പിൽ ഗോപി, സദാനന്ദൻ കാവാലം, ടോമിച്ചൻ തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മൂലം ജലോത്സവത്തിൽ വിജയക്കൊടി പാറിക്കാൻ UBC കൈനകരി അണിഞ്ഞൊരുങ്ങുന്നു. വിജയഗാഥകളുടെ ചരിത്രം പേറുന്ന യുണൈറ്റഡ് ബോട്ട് ക്ലബ് ഇത്തവണ പോരിനിറങ്ങുന്നത് ചമ്പക്കുളം പുത്തൻചുണ്ടനിലാണ്. കുട്ടനാട്ടിൽ വള്ളംകളിയുടെ കേളികുട്ടിന് തുടക്കമാവുകയാണ്. പ്രസിദ്ധമായ മൂലം വള്ളംകളി തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഫുട്ബോളിൽ ബ്രസീൽ പോലെയോ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയോ ഇന്ത്യയോ പോലെയോ വള്ളംകളിയിൽ ഏറെ ചരിത്രം പേറുന്ന ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് എന്ന UBC. ഇത്തവണ UBC മത്സരിക്കുന്നതാവട്ടെ പുതുക്കി പണിഞ്ഞ പുതിയ ചമ്പക്കുളം ചുണ്ടനിൽ. ഒരു കാലത്ത് വള്ളംകളിയിൽ പേരും പെരുമയും നേടിയ ടീമായിരുന്നു UBC കൈനകരി. 3 ഹാട്രിക് അടക്കം നെഹ്റു ട്രോഫിയിൽ ഏറ്റവും അധികം തവണ മുത്തമിട്ട ടീം ഇന്നും UBC തന്നെ. എന്നാൽ പ്രതാപകാലത്തിന്റെ പെരുമ നിലനിർത്തുവാൻ UBCക്ക് കഴിഞ്ഞില്ല. കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് ടീമിനെ പരിശീലിപ്പിക്കുവാൻ പണത്തിന്റെ പരിമിതികൾ അനുവദിക്കാതിരുന്നതാവാം കാരണം. എന്തായാലും മൂലം ജലോത്സവത്തിന് അരയും തലയും മുറക്കി നയം പെരയുന്നത് പുത്തൻ ചുണ്ടനായ ചമ്പക്കുളം ചുണ്ടനിലാണ്. ചമ്പക്കുളം ചുണ്ടൻ ടെക്നോ പാർക്കിന് കൈമാറിയതിനു ശേഷം പണിതിറക്കിയ പുത്തൻ ചുണ്ടന്റെ കന്നിയംഗം വിജയത്തോടെയാവുമെന്ന് ക്ലബിന്റെ ഭാരവാഹികൾ തറപ്പിച്ചു പറയുന്നു. അതിപ്പം നല്ല നല്ല ടീമുകളും സംബന്ധിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് വള്ളംകളി നടത്താൻ സാധിക്കുക. ഒരു ദിവസത്തെ ട്രയലിന് പോലും ഭയങ്കരമായ ഭീമമായ ഒരു തുക ചെലവാകുന്നുണ്ട്. ഇതിനുള്ള വരുമാനമൊന്നും ബോണസോ അല്ലെങ്കിൽ മറ്റുള്ള സമ്മാനങ്ങൾ തുകകളോ ക്ലാസ് പ്രൈസുകളോ ഒന്നും ഈ മൂലം വള്ളംകളിക്ക് കിട്ടുകയില്ല. കാരണം അവിടെ ഒരു ഐതിഹ്യമായ ചരിത്രമായതുകൊണ്ട്, ഒരു പുരാണ ചരിത്രത്തിന്റെ ബന്ധമായതുകൊണ്ട് അത് എല്ലാ കാലവും നടത്താതിരിക്കാൻ സാധ്യമല്ല, നടന്നു പോവുകയും ചെയ്യും. ഞങ്ങൾ ഈ മത്സര വള്ളംകളിയിൽ ഇങ്ങനെ ട്രയലെടുത്ത് സംബന്ധിക്കുന്നതിന് തന്നെ
ഉണ്ടായ കാരണം മറ്റുള്ള ടീമുകളുമായി മത്സരിക്കണമെങ്കിൽ അത് ആവശ്യമായതുകൊണ്ടാണ്. ഇത്രയും പഴക്കം ചെന്ന ഒരു ക്ലബ്ബ് വേറെ ഈ വള്ളംകളി രംഗത്തില്ല. ഒരുപാട് പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുമുണ്ട്. എങ്കിലും ജയത്തിന്റെ മധുരമാണ് ഞങ്ങൾ കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത്. നെഹ്റു ട്രോഫിയിലാണെങ്കിൽ 2 ഹാട്രിക്ക് സ്ഥിരമാക്കുകയും പല ഹാട്രിക്കുകൾക്ക് വേണ്ടി വന്നവരെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു ചരിത്രമായി കാണേണ്ട, അത് വള്ളംകളി രംഗത്തുള്ളതാണ്. അങ്ങനെ വള്ളംകളിയുടെ തലതൊട്ടപ്പനായ UBCയുടെ ടീമാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയതായി അവർ പണിതിറക്കിയ വള്ളമാണ്. അതെ 89, 90, 91 കാലഘട്ടത്തിൽ അതിനു മുൻപ് ജയിച്ചിട്ടില്ലാത്ത വള്ളം UBC കൈനഗരി 3 കൊല്ലം അടുപ്പിച്ച് ജയിച്ചതിന് ശേഷം അവർ ആ വള്ളം പിന്നെയും കളിച്ച് പല ഒറ്റപ്പെട്ട ജയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിനുശേഷം ആ വള്ളം ടെക്നോ പാർക്കിന് കൊടുത്തതിന് ശേഷം പുതിയതായി നിർമ്മിച്ച ഏതാണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ 60 ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ച വള്ളമാണിത്. ഒരുപാട് പ്രതീക്ഷയാണ്, ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുണ്ട്. UBCയുടെ പ്രതാപകാലത്തെപ്പറ്റി ടീമിന്റെ മുൻ ക്യാപ്റ്റനും സെക്രട്ടറിയുമായിരുന്ന CG വിജയൻ വാചാലനായി. നെഹ്റു ട്രോഫിയിൽ UBC കൈനകരിക്ക് വേണ്ടി ഏറ്റവും ഒടുവിൽ കപ്പുയർത്തിയ ക്യാപ്റ്റൻ കൂടിയാണ് വിജയൻ. അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് 13 ട്രയൽ എടുക്കുക. 13 ട്രയൽ. ആ ട്രയൽ തന്നെ അന്നിപ്പം ജീവിത പ്രാരബ്ധമുള്ളതുകൊണ്ട് പല ആളിലും പണിക്ക് പോകുന്നതുകൊണ്ട് ആദ്യം തന്നെ വള്ളം നിറയ്ക്കാൻ പ്രയാസമായിരിക്കും. ഒരു 6-7 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ ടീമിനെ കിട്ടത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ 6 ട്രയലേ ശരിക്കും എടുക്കത്തുള്ളൂ. 6 ട്രയൽ കൊണ്ടാണ് നമ്മൾ ഈ കളിയിൽ കളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ജയിക്കാൻ പച്ചത്തളിക്ക് നമ്മൾ തെളിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ റിക്കാർഡിൽ നമ്മുടെ മാഗസീനിൽ വരാത്ത കാര്യങ്ങളും ഉണ്ട്. സത്യത്തിന് പുളിങ്ങുന്ന വെള്ളം ഉദാഹരണത്തിന് 2 കൊല്ലം പുളിങ്ങുന്ന വെള്ളം നമ്മൾ പച്ചത്തടിക്കെടുത്ത് ജയിപ്പിച്ചത്. അതുപോലെ തന്നെ കല്ലുപുറം വെള്ളം അങ്ങനെയായിരുന്നു. അങ്ങനെ എടുത്ത് 3ാമത്തെ കൊല്ലം പിന്നെ അവരുടെ പൈസ ലക്ഷ്യം കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ തോൽപ്പിക്കുക ചെയ്തില്ല, ഹാട്രിക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജയിച്ച് വെച്ചപ്പോൾ പിന്നെ എല്ലാ കൊല്ലം കളിക്കാൻ പോകാതെ ഹാട്രിക്ക് താർക്കുന്നൊരു പാരമ്പര്യം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിങ്ങനെ തുറന്നു പോരുകയായിരുന്നു. പിന്നീട് 93-ൽ ഞാൻ കല്ലുപുറം വള്ളത്തെ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ട് നമുക്കിതിനും കപ്പെടുക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് സത്യം. പുത്തൻചുണ്ടൻ തൊഴിലുന്നതിന് യാതൊരു ആശങ്കയ്ക്ക് അവകാശമില്ല. കാര്യം നമ്മൾ പച്ചത്തടിക്ക് തന്നെ എടുത്താണ് കല്ലുപറമ്പിനും അതുപോലെ തന്നെ പുളിങ്ങിന്ന് ഇങ്ങനെയുള്ള വള്ളങ്ങൾ ജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശക്തിക്ക് അനുസൃതമായതിൽ തടിക്കട്ടി കൂടുന്നതുകൊണ്ട് ജയിക്കാൻ കൂടുതൽ ചാൻസ് ഇത്തവണയുള്ളതാണ് എൻ്റെ വിശ്വാസം. അതാ സത്യവും. UBC സംബന്ധിച്ചുള്ളതാണ് സത്യം. അവർക്ക് എല്ലാ രീതിയിലുള്ള ഭാഗങ്ങളും ആശംസകളും നേരുന്നു. ഇത്തവണ ജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതെ, UBC അണിയറയിൽ ഒരുങ്ങുകയാണ്. വള്ളംകളിയുടെ ചരിത്രത്തിനൊപ്പം തന്നെയാണ് ഇന്നും UBCയുടെ സ്ഥാനം. കൈനകരിയുടെ കിരീട സ്വപ്നങ്ങൾക്കും ചമ്പക്കുളം ചുണ്ടന്റെ കന്നി അംഗത്തിനും വിജയക്കൊടി പാറിക്കാനാവുമോ? കണ്ടറിയാം ജൂലൈ 11-ാം തീയതി പമ്പയാറ്റിലെ മൂലക്കാഴ്ചയിൽ. കൈനകരിക്കാരുടെ കൈക്കരുത്തിന് തെല്ലും കുറവ് വന്നിട്ടില്ല. പ്രതാപപൂർണമായ ധാരാളം ഇന്നലകൾ അലയടിക്കുമ്പോൾ, ഓർമ്മകൾ സൂക്ഷിക്കുമ്പോൾ UBC കൈനകരി ഇനിയും കൂടുതൽ നേട്ടങ്ങൾ നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറാമാൻ മറഡോണയ്ക്കും സാനുവിനുമൊപ്പം അബേഷ് രഘുവരൻ, KCV ന്യൂസ്. നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശികയായി ആലപ്പുഴ ജില്ലയിലെ കർഷകർക്ക് കൊടുത്തു തീർക്കുവാനുള്ള 62 കോടിയോളം രൂപ ജൂലൈ 15-ന് മുൻപ് വിതരണം ചെയ്യണം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് UDF കുട്ടനാട് നിയോജക മണ്ഡലം യോഗം ആവശ്യപ്പെട്ടു. 2 വർഷം മുമ്പ് ധനകാര്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ച പമ്പിംഗ് സബ്സിഡി ഇക്കൊല്ലം മുതലെങ്കിലും നടപ്പാക്കുന്നതിന് സർക്കാർ തയ്യാറാവണമെന്നും യോഗം ആവശ്യപ്പെട്ടു. 6 ബ്ലോക്കിലെ ഭൂമി തിരിച്ചെടുത്ത് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് നൽകണം. ഇത് സംബന്ധിച്ച നിവേദിത P. ഹരന്റെ റിപ്പോർട്ട് പുറത്തെടുത്ത് നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അന്നത്തെ കുട്ടമംഗലം സഹകരണ ഭരണസമിതിക്കുമെതിരെ ക്രിമിനൽ കേസെടുക്കണം. റാണി ചിത്തിര കായലുകളിൽ കൃഷിയിറക്കുവാനുള്ള സംരംഭത്തിന് UDF പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കായലുകളിലെ സ്വകാര്യ നിലങ്ങളിലും സർക്കാർ വകയായ 250ഓളം ഏക്കർ നിലത്തിലും 40 അടി ആഴത്തിൽ അനധികൃതമായി കക്ക ഖനനം ചെയ്ത അതേ മാഫിയ സംഘത്തെ തന്നെയാണ് കൃഷി പുനഃസ്ഥാപിക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തെ ഒരു രീതിയിലും അംഗീകരിക്കുവാൻ കഴിയില്ല. അനധികൃതമായി കക്ക ഖനനത്തിലൂടെ കൊള്ളലാഭം നേടിയ പലരും കൃഷിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത് സർക്കാർ ചിലവിൽ തങ്ങളുടെ ഭൂമി വീണ്ടും നികത്തിയെടുക്കുവാനുള്ള തട്ടിപ്പാണെന്നും യോഗം വിലയിരുത്തി. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളും പരാതികളും പഠിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുവാനും തീരുമാനമായി. ജോസ് കോയിപ്പള്ളി കൺവീനറായ സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തിയതായും ഭാരവാഹികൾ അറിയിച്ചു. M. മുരളി, തോമസ് കുട്ടി മാത്യു, K. ഗോപകുമാർ, MN ചന്ദ്രപ്രകാശ്, G. മുകുന്ദൻപിള്ള, ജോസ് കോയിപ്പള്ളി, വെളിയനാട് മാത്തച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില തീർത്തു നൽകാത്ത സാഹചര്യത്തിൽ കിസാൻ ജനത 3ാം ഘട്ട സമരത്തിലേക്ക്. നെല്ല് സംഭരണ കുടിശ്ശിക ജൂലൈ 15-നകം നൽകിയില്ലെങ്കിൽ ജൂലൈ 21-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി വെളിയനാട് മാത്തച്ചൻ. ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മാത്തച്ചൻ. ജൂൺ 5 വരെയാണ് സപ്ലൈകോ നെല്ല് സംഭരിച്ചത്. അപ്പൊ അതിന് ഇടയ്ക്ക് കർഷകരുടെ പണം കൊടുത്തെന്ന് പറഞ്ഞാൽ മാർച്ച് മാസം 31-ാം തീയതി വരെയുള്ള പണമാണ് കൊടുത്തിരിക്കുന്നത്. 175 കോടി രൂപ കൊടുത്തിട്ടുണ്ട്.
ഇനി 75 കോടി രൂപ കൊടുക്കാനുണ്ട്. 75 കോടി എന്ന് പറയാൻ ഞാൻ പറഞ്ഞ ആലപ്പുഴ, പത്തനംതിട്ട ഈ 2 ജില്ലയിലാണ് 75 കോടി രൂപ കൊടുക്കാനുള്ളത്. മൊത്തം നെല്ല് സംഭരിച്ചത് പാലക്കാട്ടും തൃശ്ശൂരും നീക്കി ആലപ്പുഴയും പത്തനംതിട്ടയും മൊത്തം നെല്ല് സംഭരിച്ചത് 13 ലക്ഷം കിൻഡലാണ്. 13 ലക്ഷം കിൻഡലാണ് നെല്ല് സംഭരിച്ചത്. അതിന്റെ പണം ബാക്കി കൊടുക്കാൻ 75 കോടി കൊടുക്കാനുണ്ട്. ഇപ്പം രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് കിസാൻ ജനത, സോഷ്യലിസ്റ്റ് ജനതയുടെ കർഷകരായ കിസാൻ ജനത കഴിഞ്ഞ മെയ് 31 മങ്കമ്പ് പാർട്ടി ഓഫീസ് പഠിക്കൽ ഒരു കർഷക സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 2ാം ഘട്ട സമരം 24 സെക്രട്ടേറിയറ്റിൽ ഒരു കർഷക ധർണ ഞങ്ങൾ സംഘടിപ്പിച്ചു. ജൂലൈ മാസം 15 കാശ് കൊടുത്തില്ലെങ്കിൽ, പണം കൊടുത്തില്ലെങ്കിൽ 21 കിസാൻ ജന സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3ാം ഘട്ട സമരം നിരാഹാരം അനുഷ്ഠിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായിരുന്നു. കുട്ടനാട്ടിൽ ഒരു പുഞ്ചക്കൊയ്ത്ത് നടത്തണമെങ്കിൽ 4 മാസം 120 ദിവസം മതി. ഇപ്പോൾ നെല്ല് സംഭരിച്ചിട്ട് 150 ദിവസം, 5 മാസം കഴിഞ്ഞ് ഒരു പുഞ്ചകൃഷി കൊയ്ത്തും കഴിഞ്ഞ് 1 മാസമായിട്ട് പോലും ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. 3ാം ഘട്ട സമരം എന്ന നിലയ്ക്കാണ് ജൂലൈ 21 അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ആരംഭിക്കുന്നത്. നെല്ല് കൊടുത്തിട്ട് കർഷകർ ബാങ്കിലും സപ്ലൈകോയിലും കയറിയിറങ്ങുകയാണ്. സമയബന്ധിതമായി പണം ലഭിക്കാതിരുന്നതിനാൽ കുട്ടനാട്ടിലെ പല പാടശേഖരങ്ങളിലും കൃഷി ഇറക്കുവാൻ സാധിച്ചിട്ടില്ല. ഇതിന് അടിയന്തര പരിഹാരം കാണുവാൻ അധികാരികൾ തയ്യാറാകണമെന്നും വെളിയനാട് മാത്തച്ചൻ പറഞ്ഞു. പ്രതിസന്ധിയിലായ താറാവ് കർഷകരെ സംരക്ഷിക്കാൻ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തണമെന്ന് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജിമോൾ പുരുഷോത്തമൻ. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ താറാവ് കർഷകർക്കുള്ള താറാവിൻ കുഞ്ഞുങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഇൻഷുറൻസ് സ്കീമോ ഒന്നും തന്നെ ഈ താറാവുകൾക്ക് കൊടുക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കർഷകർ. പക്ഷേ ഇവരെ ഏത് വിധത്തിലെങ്കിലും സംരക്ഷിക്കാൻ മതിയാവും. ഈ 10 കർഷകർ 22 കുടുംബങ്ങളാണ് നമ്മുടെ മുട്ടാർ പഞ്ചായത്തിൽ താറാവ് കർഷകരുടെ കുടുംബങ്ങളായിട്ടുള്ളത്. 22 കർഷകരും ഈ 10 കർഷകർക്ക് ഇപ്പം കൊടുക്കാനായിട്ട് സർക്കാരിന്റെ അനുവാദമുണ്ട്. പക്ഷേ 22 പേര് ബാക്കിയുള്ളവരും പുറത്തു നിൽക്കുകയാണ്. അവരുടെ എങ്ങനെ അവരെ രക്ഷിക്കാൻ പറ്റും? അതിനും യാതൊരു വിധത്തിലുള്ള ഫണ്ടുകളോ ഒന്നും പഞ്ചായത്തിൽ തലം ഫണ്ട് കുറവാണ്. അവരെ സംരക്ഷിക്കാൻ നമുക്ക് അങ്ങനെയുള്ള ഫണ്ടുകൾ എടുത്ത് അവരെ സംരക്ഷിക്കാനായിട്ട് പഞ്ചായത്തിനും സാധ്യമല്ല. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ ഫണ്ടുകൾ താറാവ് കർഷകർക്ക് കൂടുതൽ കൃഷി ചെയ്യുന്ന പഞ്ചായത്തുകളിലേക്ക് കുട്ടനാട് പാക്കേജ് പോലുള്ള പദ്ധതി കൂടുതൽ ഫണ്ടുകൾ അവരെ അനുവദിച്ച് മതിയായ